നമസ്തേ, ഞാൻ ശിവൻ, ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാലായിൽ നിന്നും. നീറ്റ് 2021 എൻട്രൻസിനായി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ MBBSൻ്റെയും BDSൻ്റെയും അഡ്മിഷന് വേണ്ടി വിവിധ മെഡിക്കൽ കോളേജുകളിൽ റിസർവേഷനുകൾ അനുസരിച്ച് നമുക്ക് അർഹതപ്പെട്ട സീറ്റ് നേടുവാൻ നാം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നീറ്റ് 2021 ആപ്ലിക്കേഷൻ ക്ഷണിക്കുമ്പോൾ ഏതൊക്കെ കാറ്റഗറികളാണ് അതിനകത്ത് വരുന്നത്? ഏതൊക്കെ കോളേജുകളിലാണ് റിസർവേഷൻ സീറ്റുകൾ ഉള്ളത്? എന്താണ് വിവിധ റിസർവേഷനുകൾ കിട്ടാനുള്ള യോഗ്യത? എങ്ങനെയാണ് സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്? എപ്പോഴാണ് സർട്ടിഫിക്കറ്റുകൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്? അങ്ങനെ നീറ്റ് 2021 ആപ്ലിക്കേഷൻ ക്ഷണിക്കുമ്പോൾ കാറ്റഗറി തിരിച്ചുള്ള റിസർവേഷനുകളെ കുറിച്ചാണ് നമ്മൾ ഇനിയുള്ള വീഡിയോകൾ ചെയ്യുന്നത്. ഇന്ന് OBC നോൺ ക്രിമിലെയർ വിഭാഗത്തിനെ കുറിച്ച് നമുക്ക് ശ്രദ്ധിക്കാം. നീറ്റ് 2021 വഴി നമുക്ക് ലഭിക്കുന്ന സീറ്റുകൾ ആദ്യമൊന്ന് പരിചയപ്പെടാം. 15% ഓൾ ഇന്ത്യ കോട്ട, എയിംസ്, ജിപ്മർ, AFMC, ESI, IP വാർഡുകൾക്കായി മാറ്റിവെച്ചിരിക്കുന്ന സീറ്റുകൾ, ഡീംഡ് മെഡിക്കൽ കോളേജുകൾ. ഇത്രയും കോളേജുകളിലെ സീറ്റുകൾക്ക് വേണ്ടിയാണ് നാം നീറ്റ് 2021 കാറ്റഗറി സെലക്ട് ചെയ്യുന്നത്. നീറ്റ് 2021 റാങ്ക് വെച്ച് വിവിധ സ്റ്റേറ്റ് കോട്ടകളിൽ അഡ്മിഷൻ കിട്ടും. അപ്ലൈ ചെയ്യുമ്പോൾ ഏതൊക്കെ കാറ്റഗറികളാണ് നമ്മുടെ ആപ്ലിക്കേഷനിൽ വരുന്നതെന്നും കൂടി നോക്കാം. എക്കണോമിക്കലി വീക്കർ സെക്ഷൻ EWS, OBC NCL, OBC നോൺ ക്രിമിലെയർ, SC, ST, PWD പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആൻഡ് NRI. ഇത്രയും കാറ്റഗറികളാണ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ സെലക്ട് ചെയ്ത് കൊടുക്കുവാനായിട്ടുള്ളത്. ഇതിൽ ഏതൊക്കെ കോളേജുകളിലാണ് OBC റിസർവേഷൻ കിട്ടുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലുമായിട്ടുള്ള 240 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലെ 15% MBBSൻ്റെയും BDSൻ്റെയും സീറ്റുകൾ ഓൾ ഇന്ത്യ കോട്ട വഴി MCCയുടെ വെബ്സൈറ്റ് വഴിയാണ് ഫില്ല് ചെയ്യുന്നത്. ഇതിനകത്ത് OBC റിസർവേഷൻ നില്ലാണ്, റിസർവേഷൻ ഇല്ല. 19 എയിംസ് മെഡിക്കൽ കോളേജുകളിൽ 1800 MBBS സീറ്റുകളുണ്ട്. അവിടെ 27% OBC നോൺ ക്രിമിലെയർ വിഭാഗത്തിനായി മാറ്റിവെച്ചിരിക്കുന്നു. ജിപ്മർ പോണ്ടിച്ചേരിയിലും കാരക്കലിലുമായി 2 ക്യാമ്പസുകളിൽ 189 സീറ്റുകൾ നമുക്കുണ്ട്. അവിടെയും 27% OBC നോൺ ക്രിമിലെയർ വിഭാഗത്തിനായി മാറ്റിവെച്ചിരിക്കുന്നു. 145 സീറ്റുകളുള്ള AFMC മെഡിക്കൽ കോളേജുകളിലെ MBBSന് മെറിറ്റ് അടിസ്ഥാനം മാത്രമേ ഉള്ളൂ. യാതൊരുവിധ റിസർവേഷനുകളും അവിടെ ഇല്ല. അവിടെയും OBC നില്ലാണ്. 9 ESI മെഡിക്കൽ കോളേജുകളിലെ 35% ESI IP വാർഡുകൾക്ക് മാത്രമായി മാറ്റിവെച്ചിരിക്കുകയാണല്ലോ. അവിടെയും 27% സംവരണം OBC നോൺ ക്രിമിലെയറിന് ലഭിക്കും. ഡീംഡ് മെഡിക്കൽ കോളേജുകൾ, ഇന്ത്യയിലെ മൊത്തം 45 ഡീംഡ് മെഡിക്കൽ കോളേജുകളിലെ 6600 MBBS സീറ്റുകൾക്കും 3000 BDS സീറ്റുകൾക്കും റിസർവേഷൻ ഇല്ല. അവിടെയും മെറിറ്റ് സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ OBC റിസർവേഷൻ ഉള്ളത് എയിംസിലും ജിപ്മറിലും ESI IP വാർഡുകൾക്കുമായിട്ടാണ് നമുക്ക് MCCയുടെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യാവുന്നത്. അപ്പോൾ എയിംസിലും ജിപ്മറിലും ESI IP വാർഡുകൾക്കായിട്ട് മാറ്റിവെച്ചിരിക്കുന്ന MBBS BDS സീറ്റുകളിലോട്ടുമാണ് OBC റിസർവേഷൻ്റെ ആനുകൂല്യം കൂടുതലായി ലഭിക്കുന്നത്. നീറ്റ് 2021 എൻട്രൻസിൻ്റെ റാങ്ക് വെച്ച് സ്റ്റേറ്റ് കോട്ടകൾ ഫില്ല് ചെയ്യുന്നത് അതാത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റ് വഴിയാണ്. അവിടെ ഓരോ സ്റ്റേറ്റിൻ്റെയും നിയമത്തിനനുസരിച്ച് അവിടെ OBCക്ക് പ്രത്യേക റിസർവേഷനുകൾ ലഭിക്കുകയും ചെയ്യും. 15% ഓൾ ഇന്ത്യ കോട്ട MBBS BDSലും OBC റിസർവേഷൻ പരിഗണിക്കാത്തത് അതാത് സ്റ്റേറ്റ് കോട്ട വഴിയുള്ള MBBS BDS അഡ്മിഷനിൽ 27% സംവരണം അനുവദിക്കുന്നത് കൊണ്ടാണ് 15% ഓൾ ഇന്ത്യ കോട്ടയിൽ നമുക്ക് OBC റിസർവേഷൻ അനുവദിക്കാത്തത്. ഉദാഹരണത്തിന് കീം 2021 നമ്മൾ CEയുടെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്തിട്ട് കേരളത്തിലെ കോളേജുകളിലെ 85% സീറ്റുകൾക്ക് നമുക്ക് കേരള വഴി 27% റിസർവേഷൻ കിട്ടും. OBC റിസർവേഷൻ
ഏതൊക്കെ കോളേജുകളിലാണ് അനുവദിച്ചിരിക്കുന്നതെന്നാണ് നമ്മളിപ്പോൾ നോക്കിയത്. അടുത്തതായി ആരൊക്കെയാണ് OBC ലിസ്റ്റിൽ വരുന്നതും എന്താണ് എലിജിബിലിറ്റി എന്നും നോക്കാം. OBC നോൺ ക്രിമിലെയറിന് പരിഗണിക്കുമ്പോൾ 2 ലിസ്റ്റുകൾ പ്രധാനമായിട്ടുമുണ്ട്. ഒന്ന് സെൻട്രൽ ലിസ്റ്റ് എന്നും മറ്റൊന്ന് സ്റ്റേറ്റ് ലിസ്റ്റ് എന്നും. നീറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളുടെ ജാതി സെൻട്രൽ ലിസ്റ്റിൽ പേരുള്ളതായിരിക്കണം. സെൻട്രൽ ലിസ്റ്റിൽ നമ്മളുടെ കാസ്റ്റിൻ്റെ പേരില്ലാതിരിക്കുകയും സ്റ്റേറ്റ് ലിസ്റ്റിൽ നമ്മളുടെ കാസ്റ്റിൻ്റെ പേരുണ്ടാവുകയും ചെയ്താൽ നീറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ ജനറൽ എന്നും അതായത് അൺറിസർവ്ഡ് UR എന്നും കീം 2021 സിയുടെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അർഹതയുള്ള OBC റിസർവേഷൻ കൊടുക്കുകയും ചെയ്യാം. OBC സെൻട്രൽ ലിസ്റ്റിൽ കേരളത്തിലെ ഏതൊക്കെ ജാതി വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പരിശോധിക്കുവാൻ www.ncbc.nic.in എന്ന ഈ വെബ്സൈറ്റ് സന്ദർശിക്കാം. ഇതിനകത്ത് കേരളത്തിലെ 83 ജാതി വിഭാഗങ്ങളെ OBC ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുവാൻ NCBCയുടെ വെബ്സൈറ്റിൻ്റെ ഹോം പേജിൽ സെൻട്രൽ ലിസ്റ്റ് ഓഫ് OBC എന്ന ലിങ്കിൽ കേരള എന്ന് സെലക്ട് ചെയ്യുമ്പോൾ കേരളത്തിലെ ഏതൊക്കെ ജാതി വിഭാഗങ്ങളെയാണ് OBC സെൻട്രൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാകും. നമ്മളുടെ കാസ്റ്റ് ഈ ലിസ്റ്റിലുള്ളതാണ് എങ്കിൽ തീർച്ചയായും OBC നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റിന് താലൂക്ക് ഓഫീസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തതായി OBC എലിജിബിലിറ്റി ക്രൈറ്റീരിയ. OBC ലിസ്റ്റിൽ നമ്മളുടെ പേരുണ്ട് എങ്കിലും നമുക്ക് ഇതിനുള്ള അർഹത ഉണ്ടാവണമെങ്കിൽ നമ്മളുടെ പേരൻസിൻ്റെ ആനുവൽ ഇൻകം, ശമ്പളത്തിൽ നിന്നുള്ള വരുമാനവും കൃഷിയിൽ നിന്നുള്ള വരുമാനവും ഒഴികെ അവ രണ്ടും മാറ്റി നിർത്തി ആനുവൽ ഇൻകം 8 ലക്ഷത്തിൽ താഴെയായിരിക്കണം. ഒരിക്കൽ കൂടി, OBC സെൻട്രൽ ലിസ്റ്റിൽ നമ്മളുടെ ജാതിയുടെ പേരുണ്ട് എങ്കിൽ ആനുവൽ ഇൻകം ശമ്പളത്തിൽ നിന്നുള്ളതും കൃഷിയിൽ നിന്നുള്ള വരുമാനവും മാറ്റി നിർത്തി അവ ഒഴികെ ആനുവൽ ഇൻകം 8 ലക്ഷത്തിൽ താഴെയായിരിക്കണം. നമ്മളുടെ പേരൻസ് ക്ലാസ് 1 ജീവനക്കാരാണെങ്കിൽ നമ്മൾ OBC നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റിന് അർഹരായിരിക്കുകയില്ല. ഡയറക്റ്റായി ക്ലാസ് 2 ആവുകയോ അല്ലെങ്കിൽ 35 വയസ്സിന് മുമ്പ് തന്നെ ക്ലാസ് 2 ജീവനക്കാരാവുകയോ ചെയ്തു കഴിഞ്ഞാലും OBC നോൺ ക്രിമിലെയറിന് അർഹത ഉണ്ടായിരിക്കുകയില്ല. നമ്മളുടെ പേരൻസ് പ്രമോഷൻ വഴി ആണ് ക്ലാസ് 2 ആയതെങ്കിലും അല്ലെങ്കിൽ 35 വയസ്സിന് ശേഷമാണ് ക്ലാസ് 2 ആയതെങ്കിലും അതുപോലെ തന്നെ എല്ലാ ക്ലാസ് 3 ജീവനക്കാരും ക്ലാസ് 4 ജീവനക്കാരും അവരുടെ ശമ്പളത്തിൽ നിന്നും കൃഷിയിൽ നിന്നുമുള്ള അല്ലാത്ത വരുമാനം 8 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ നോൺ ക്രിമിലെയർ വിഭാഗത്തിലായിരിക്കും. പ്രൈവറ്റ് ജോലിക്കാരായവർക്കും ഇതുതന്നെയാണ് ബാധകം. അവരുടെ ശമ്പളം അല്ലാതെയുള്ള ഒരു ഫിനാൻഷ്യൽ ഇയറിലെ അസറ്റ് എന്ന് പറയുന്നത് വാടകയിൽ നിന്നോ ഫിക്സഡ് ഡിപ്പോസിറ്റിൽ നിന്നൊക്കെയുള്ള വരുമാനങ്ങൾ, പൈതൃകമായി കിട്ടിയിരിക്കുന്ന സ്വത്ത്, ഇങ്ങനെയുള്ളത് 8 ലക്ഷത്തിന് മുകളിൽ പോകരുതെന്നാണ് നിയമം. അതായത് ഒരു ജാതിയിൽ 95% ആൾക്കാരും നോൺ ക്രിമിലെയർ വിഭാഗത്തിലാണ് എന്ന് അർത്ഥം. OBC NCL സർട്ടിഫിക്കറ്റ് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? നമ്മൾ പറഞ്ഞു OBC NCL 2 ലിസ്റ്റിൽ നിന്നുണ്ട്, സെൻട്രൽ ലിസ്റ്റിൽ നിന്നും സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും. നീറ്റ് വഴി എയിംസിലോ ജിപ്മറിലോ ESI കോളേജിലോ കിട്ടണമെങ്കിൽ നമുക്ക് സെൻട്രൽ ലിസ്റ്റിൽ നിന്നാണ് നമ്മളെ പരിഗണിക്കുന്നത്. അതുകൊണ്ട് താലൂക്ക് ഓഫീസിൽ നിന്നും തഹസീൽദാരാണ് നമ്മുടെ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്. കേരള അലോട്ട്മെന്റ് വഴി കീം 2021 അപ്ലൈ ചെയ്യുമ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നാകയാൽ കേരളയ്ക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ വില്ലേജ് ഓഫീസറുടെ അപ്ലോഡ് ചെയ്താൽ മതിയാകും. എന്നാൽ എയിംസിലോ ജിപ്മറിലോ ആണ് നിങ്ങൾ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് കാണിക്കുന്നതെങ്കിൽ തഹസീൽദാരുടെ ആയിരിക്കണം. എന്തെങ്കിലും ഫോർമാറ്റ് OBC NCLനുണ്ടോ? തീർച്ചയായും നീറ്റ് 2021 ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ കാണിച്ചിരിക്കുന്ന ഫോർമാറ്റിൽ തന്നെ ആയിരിക്കണം തഹസീൽദാരിൽ നിന്നും നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുവാൻ. എയിംസിൻ്റെ വെബ്സൈറ്റിലും ഇതേ ഫോർമാറ്റ് പബ്ലിഷ് ചെയ്തിരിക്കും. OBC NCLൻ്റെ നിശ്ചിത മാതൃകയാണ് ഇതോടൊപ്പം തന്നിരിക്കുന്നത്. നീറ്റ് 2021 നമ്മൾ എയിംസിലോ ജിപ്മറിലോ ESI കോളേജുകളിലോ ആണ് OBC വെച്ച് അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ ആ കോളേജിൽ ചെല്ലുമ്പോൾ ഈ ഫോർമാറ്റിൽ തന്നെയുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം നിർബന്ധമായും നമ്മൾ കൊണ്ടു ചെല്ലേണ്ടത്. ഫോർമാറ്റ് നീറ്റ് 2021 പബ്ലിഷ് ചെയ്യുമ്പോൾ
അതിൻ്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. ഇത് എങ്ങനെയാണ് ലഭിക്കുന്നത്? ആദ്യം നമ്മൾ വില്ലേജ് ഓഫീസിൽ നേരിട്ടോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രം വഴിയോ ഇൻകം സർട്ടിഫിക്കറ്റും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും അപ്ലൈ ചെയ്യണം. അവ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തി നൽകണം നമ്മൾ നോൺ ക്രിമിലെയർ വിഭാഗത്തിൽ വരുമെന്ന്. അതും ഇൻഫർമേഷൻ ബുള്ളറ്റിൽ നിന്ന് ലഭിക്കുന്ന ഈ ഫോർമാറ്റുമായി താലൂക്ക് ഓഫീസിൽ നേരിട്ട് ചെന്ന് ഇതിനകത്ത് തഹസീൽദാരിൽ നിന്ന് പൂരിപ്പിച്ച് നമുക്ക് മേടിക്കാം. അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് നേരിട്ട് തഹസീൽദാർ നൽകുന്ന ഓൺലൈൻ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും നിർബന്ധമായും ഈ ഫോർമാറ്റിൽ ആയിരിക്കണം. ഈ ഫോർമാറ്റിലുള്ളവ മാത്രമേ കോളേജിൽ അഡ്മിഷൻ സമയത്ത് പരിഗണിക്കുകയുള്ളൂ. ഫോർമാറ്റ് വളരെ വ്യക്തമായി മനസ്സിലാക്കുക. നമ്മളുടെ OBC NCL സർട്ടിഫിക്കറ്റിന് എന്തായിരിക്കും വാലിഡിറ്റി? ഏത് സമയത്തുള്ളതായിരിക്കണം? 2021 ജനുവരി 1 ശേഷമുള്ളതും ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റിന് തൊട്ട് മുമ്പുള്ളതുമായിരിക്കണം നമ്മളുടെ OBC നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ്. ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള ഡേറ്റ് എങ്കിലും ആയിരിക്കണം. എപ്പോഴാണ് നാം OBC NCL സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ടത്? നീറ്റ് 2021 ആപ്ലിക്കേഷൻ ക്ഷണിക്കുമ്പോൾ നാം തഹസീൽദാരിൽ നിന്നും ഇത് കിട്ടാനുള്ള അർഹതയുണ്ടോ എന്ന് നോക്കി മനസ്സിലാക്കി വെച്ചാൽ മതിയാകും. സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. അപ്ലൈ ചെയ്യുന്ന സമയത്ത് കാറ്റഗറി ഏതാണ് എന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും. അത് കഴിഞ്ഞ് നീറ്റിൻ്റെ എക്സാമും കഴിഞ്ഞ് അലോട്ട്മെൻറ്റ് പ്രോസസ്സും കഴിഞ്ഞ് എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും സഹിതം നമ്മളൊരു കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ ചെല്ലുമ്പോഴാണ് തഹസീൽദാരിൽ നിന്നുള്ള നിശ്ചിത ഫോർമാറ്റിലുള്ള OBC നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. നിർബന്ധമായും അത് അലോട്ട്മെൻറ്റിന് മുമ്പുള്ളതായിരിക്കണമെന്ന് മാത്രം. കൂടുതലായി OBC റിസർവേഷനിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് കൂടി നോക്കാം. നീറ്റ് 2021 അപ്ലൈ ചെയ്യുന്ന സമയത്ത് OBC NCL വിഭാഗത്തിൽപ്പെട്ടുള്ളവർക്ക് ഏജ് റിലാക്സേഷൻ കിട്ടുന്നു. രണ്ടാമത്തത്, നീറ്റ് 2021 ക്വാളിഫൈ ചെയ്യാനുള്ള പേഴ്സൻറ്റേജിൽ ജനറൽ വിഭാഗത്തിന് 50% ആണെങ്കിൽ OBC നോൺ ക്രിമിലെയർ വിഭാഗത്തിനുള്ളവർക്ക് 40% ഉണ്ടെങ്കിൽ MBBS ഉൾപ്പെടെയുള്ള എല്ലാ കോഴ്സുകൾക്കും യോഗ്യതയുണ്ടാവും. കഴിഞ്ഞ വർഷം ഇത് 720-ൽ 113 മാർക്കിന് മുകളിലുള്ള OBC നോൺ ക്രിമിലെയർ വിഭാഗത്തിന് യോഗ്യത നേടിയിരുന്നു. അടുത്തതായി പ്രധാനപ്പെട്ട കാര്യം, നീറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്തും അത് കഴിഞ്ഞ് അതിൻ്റെ കറക്ഷനായി തരുന്ന നിശ്ചിത സമയത്തും മാത്രമേ കാറ്റഗറി ചേഞ്ച് ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് എക്സാമിൻ്റെ സമയത്തോ അലോട്ട്മെൻറ്റിൻ്റെ സമയത്തോ അഡ്മിഷൻ സമയത്തോ യാതൊരു കാരണവശാലും കാറ്റഗറി ചേഞ്ച് ചെയ്യാൻ അനുവദിക്കുകയില്ല. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കിതിന് അർഹതയുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കി കറക്റ്റായി OBC NCL എന്ന് രേഖപ്പെടുത്തണം. അപ്ലൈ ചെയ്യുന്ന സമയത്ത് OBC NCL എന്ന് കാറ്റഗറി കൊടുക്കുകയും അലോട്ട്മെൻറ്റിലൂടെ നമുക്ക് OBC റിസർവേഷൻ വെച്ച് എയിംസിലോ ജിപ്മറിലോ ESI IP വാർഡുകൾക്കായിട്ടുള്ള സീറ്റോ കിട്ടിയാൽ ആ കോളേജിൽ നമുക്ക് OBC നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നമ്മുടെ അഡ്മിഷൻ ക്യാൻസലായി പോവും. അഡ്മിഷൻ സമയത്ത് മാത്രം OBC നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് ചെക്ക് ചെയ്യുന്നത് കാരണം ജനറലിൽ കിട്ടുമായിരുന്ന സീറ്റ് പോലും നഷ്ടപ്പെടാൻ ഇതുമൂലം സാഹചര്യമുണ്ടാകും. അഡ്മിഷൻ സമയത്ത് നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ OBC നോൺ ക്രിമിലെയർ വെച്ചാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുകയും ആ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നമ്മുടെ അഡ്മിഷൻ ക്യാൻസൽ ആകുന്നതോടൊപ്പം പിന്നീട് നമ്മളെ അവസാന അലോട്ട്മെൻറ്റിൽ മാത്രമേ ജനറലായി പരിഗണിക്കുകയുള്ളൂ. അതുപോലെ അഡ്മിഷൻ സമയത്ത് കാലാവധി കഴിഞ്ഞ സർട്ടിഫിക്കറ്റുകൾ, അല്ലെങ്കിൽ നിശ്ചിത ഫോർമാറ്റിൽ അല്ലാത്ത സർട്ടിഫിക്കറ്റുകൾ, അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ഡേറ്റിന് ശേഷമുള്ള OBC നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റുകൾ, ഇവ പ്രൊഡ്യൂസ് ചെയ്താൽ നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസൽ ആവും. അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ OBC നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ OBC വെച്ച് കിട്ടുമായിരുന്ന ബെറ്റർ ചോയ്സ് നിങ്ങൾക്ക് നഷ്ടപ്പെടുവാനും സാഹചര്യമുണ്ട്. അതുപോലെ കേരള അലോട്ട്മെൻറ്റ് വഴി OBCയിലെ 30 ജാതി വിഭാഗങ്ങളെ OEC കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുകയും അവർക്ക് കേരള അലോട്ട്മെൻറ്റ് വഴി യാതൊരുവിധ ഫീസ് ഈടാക്കുകയുമില്ല. ഈ ഫീസ് കൺസെഷൻ OBC നോൺ ക്രിമിലെയർ വഴി നാഷണൽ ലെവലിൽ നിങ്ങൾക്ക്
ലഭിക്കുകയില്ല. പക്ഷേ എയിംസിലും ജിപ്മറിലും താരതമ്യേന വളരെ ഫീസ് കുറവായതുകൊണ്ട് അവിടെ നിങ്ങൾക്ക് ഫീസ് കൺസെഷൻ്റെ ആവശ്യം ഉണ്ടായിരിക്കുന്നതല്ല. പക്ഷേ ESE IP വാർഡായിട്ടുള്ളതാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ 25,000 രൂപ ഇയർലി ഫീസ് വരും. എന്നാൽ OEC വിഭാഗങ്ങൾ കേരള അലോട്ട്മെൻറ്റ് വഴിയാണ് ഗവൺമെൻറ്റിലോ സെൽഫ് ഫിനാൻസിങ് കോളേജിലോ അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ യാതൊരുവിധ ഫീസും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. PWD കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾ, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി റിസർവേഷൻ ഉള്ള കുട്ടികൾ, അവർക്ക് നീറ്റ് വഴി അപ്ലൈ ചെയ്യുമ്പോൾ ഓരോ വിഭാഗത്തിനും EWS, OBC, NCL, SC, ST വിഭാഗത്തിന് അതാത് റിസർവേഷൻ്റെ 5% അധികമായി റിസർവേഷൻ ലഭിക്കും. mcc.nic.in എന്ന വെബ്സൈറ്റ് വഴി നമ്മൾ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുക്കുമ്പോൾ എയിംസിലും ജിപ്മറിലും ESI IP വാർഡായിട്ടുള്ള MBBS സീറ്റിനും അപ്ലൈ ചെയ്യുമ്പോൾ OBC നോൺ ക്രിമിലെയറിന് പരിഗണിക്കുന്നതോടൊപ്പം OBC PWD വിഭാഗമാണെങ്കിൽ അഡീഷണലായി 5% അവരെ പരിഗണിക്കും. സാധാരണ ഈ വിഭാഗത്തിൽ വളരെ കുറച്ച് കുട്ടികളെ കാണാറുള്ളൂ. ഏതാണ്ട് 6 ലക്ഷം 7 ലക്ഷം റാങ്ക് വരെയാണെങ്കിലും MBBS സീറ്റുകൾ കിട്ടാനുള്ള അർഹതയുണ്ടാവും. നീറ്റ് 2021 അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ അർഹതപ്പെട്ട റിസർവേഷൻ നിങ്ങൾക്ക് ഉറപ്പാക്കുവാൻ ശ്രദ്ധിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.